8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. സെക്കൻഡ് പാർട്ടിലുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. ദേശീയ പ്രസ്ഥാനവും കേരളവും, ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും, ലോക ഭൂപടത്തിൽ യൂറോപ്പ്, ഫ്യൂഡലിസവും മധ്യകാല ലോകവും, കാർഷിക മേഖലയും നൂതന പ്രവണതകളും, പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. 8ാമത്തെ യൂണിറ്റാണ് ദേശീയ പ്രസ്ഥാനവും കേരളവും. യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിൻ കീഴിലുമാണ് നിലനിന്നിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിച്ചത് ഏത് പ്രദേശമാണ് എന്നുള്ളത് PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. മലബാർ ആണ് ഉത്തരം. ഇവിടെ താഴെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. പുരളി മലയിലെ പൂമരങ്ങൾ എന്ന് പറയുന്ന കവിതയാണ്. ഇത് എഴുതിയത് P. കുഞ്ഞിരാമൻ നായർ. ആ ഫാക്ട് ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി നമ്മൾ കേരളവർമ്മ പഴശ്ശി രാജയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജകുടുംബം ഏതായിരുന്നു എന്ന് ചോദിക്കാം. കോട്ടയം രാജകുടുംബം. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ ആയതോടെ സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുത്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. താവളം വയനാട്ടിലേക്ക് മാറ്റി തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു ഒളിപ്പോർ നടത്തി. കുറിച്യ നായകൻ തലക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ MN എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ പഴശ്ശിക്കെതിരെ കൈക്കൊണ്ട വിവിധ നടപടികളെക്കുറിച്ചാണ്. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. സൈഡിലുള്ള ബോക്സ് ഒന്ന് നോക്കാം. ശ്രീരംഗപട്ടണം ഉടമ്പടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത്. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അന്നത്തെ വിനിമയ നാണയം എന്ന് പറയുന്നത് പഗോഡ ആയിരുന്നു. കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. പഴശ്ശിയെക്കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇനി പറയാൻ പോകുന്നത് വേലുത്തമ്പി ദളവയെക്കുറിച്ചാണ്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ധവളയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിനിടയാക്കി. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ്. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം. കൊല്ലവർഷം 948 മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ധവളയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. ഇനി നോക്കാനുള്ളത് പാലിയത്തച്ഛൻ. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ
കാരണവർമാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. കുറിച്യർ കലാപം. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പ്രരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് കണ്ടത്. ഇവർക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. കുറിച്യർ കലാപം ആരംഭിച്ച വർഷം 1812. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കുകയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. രാമനമ്പി അഥവാ രാമമൂപ്പൻ ആയിരുന്നു അവരുടെ നേതാവ്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ടാക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കർഷക കലാപത്തെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത്. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനം സമത്വ സമാജം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമസ്ഥാനീയൻ. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാസ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അയ്യങ്കാളി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി. പൊയ്കയിൽ യോഹന്നാൻ ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷ ദേവസഭ. വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പ്രസ്ഥാനം യോഗക്ഷേമ സഭ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. പ്രസ്ഥാനം അരയ സമാജം. വാഗ്ഭടാനന്ദൻ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. പ്രസ്ഥാനം ആത്മവിദ്യാസംഘം. മേൽമുണ്ട് സമരം. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെപ്പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ചു പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. വൈക്കം സത്യാഗ്രഹം. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ
മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടെയുള്ള റോഡുകൾ ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗക്കാർക്കും തുറന്നുകൊടുക്കപ്പെട്ടു. സവർണജാഥ. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇത് സവർണജാഥ എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. AK ഗോപാലനായിരുന്നു ഈ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നുപോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. C. കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദന മുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നുകൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. വരിക സഹചരെ സഹന സമര സമയമായി. 1930 ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംഷി നാരായണപിള്ള എഴുതിയ വരികളാണ് ഇവ. ഇതൊരു മുൻവർഷ ചോദ്യമാണ്, ഓർത്തുവെക്കുക. മലബാറിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. C. കുഞ്ഞിരാമ മേനോൻ, K. കേളപ്പൻ, U. ഗോപാലമേനോൻ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, E. മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവർ ആയിരുന്നു പ്രധാന നേതാക്കൾ. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. K. കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഒപ്പുണ്ടാക്കി. ഗാന്ധിജി കേരളത്തിൽ. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് എത്തി. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. മലബാർ കലാപം. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിണമിച്ചു. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആലി മുസലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവർ. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മലബാർ കലാപകാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളായിരുന്നു ഇവ. ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടുതന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായി ഇത് മാറി. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളുമടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച്
ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധ ഇടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 1942 നവംബർ 17 ആയിരുന്നു ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇലക്ട്രിസിറ്റി സമരം. തൃശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകമായി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇക്കണ്ട വാരിയർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിനു വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണദിനമായി ആചരിക്കുകയും ഉണ്ടായി. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇക്കണ്ട വാരിയർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. ആദ്യം നമുക്ക് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നോക്കാം. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. നേതൃത്വം നൽകിയത് GP പിള്ള. ഈഴവ മെമ്മോറിയൽ. സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം. 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. നേതൃത്വം നൽകിയത് ഡോക്ടർ P. പൽപ്പു. നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നതായിരുന്നു ആവശ്യം. C. കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. സ്വദേശാഭിമാനി പത്രം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു K. രാമകൃഷ്ണപിള്ള. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്നെതിർത്തിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന P. രാജഗോപാലാചാരിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 K. കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. P. കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ഈ സമരം. ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാൽ ഇത് പുന്നപ്ര വയലാർ സമരം എന്ന് അറിയപ്പെടുന്നു. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തിയത്. സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. C. കുഞ്ഞിക്കാവമ്മ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണനൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം ഗാന്ധിജി നിർദ്ദേശിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവയിലും സജീവമായിരുന്നു. 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ
കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടക്കുകയുമുണ്ടായി. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരു-കൊച്ചി രൂപീകരിച്ചത് കേരള സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായിരുന്നു. കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ് കൊതിക്കല്ല് എന്നറിയപ്പെടുന്നത്. കോ എന്നത് കൊച്ചിയെയും തി എന്നത് തിരുവിതാംകൂറിനെയും സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരു-കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 1957 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു.